ദോശ, ചമ്മന്തി, പുട്ട്, മീൻകറി, പപ്പടം. വാട്ട് എ ഗ്രേറ്റ് വേ ടു സ്റ്റാർട്ട് എ ഡേ. ചൂട് മീൻകറി ഇല്ലേ, ആ പുട്ടിന്റെ മേലെ ഇങ്ങനെ ഒഴിച്ച് അതിനെ നനച്ച് ഇപ്പൊ ചുട്ടെടുത്തോണ്ട് വന്ന പപ്പടം അതിന്റെ മേത്ത് വെച്ച് ഇങ്ങനെ പൊട്ടിച്ച് ഒരു നുള്ളു മീനെടുത്ത് അതിൻ്റെ അകത്ത് വെച്ച് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സ്വാദ് മാത്രമല്ല, അത് കഴിഞ്ഞുള്ളൊരു ഉറക്കം എണീക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയും. എൻ്റെ പൊന്നോ, ചൂര പൊരിച്ചതുണ്ട്, ചൂര കറി വെച്ച മീൻകറി ഉണ്ട്, പിന്നെ രാവിലത്തെ പുട്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആവോലി മീൻകറിയെ. അങ്ങനെ 2 ടൈപ്പ് മീൻകറിയും 2 പപ്പടവും. ഉപ്പ് സ്വല്പം കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഞാൻ ചോദിച്ചായിരുന്നേ. പയറുതോരനെ ഞാൻ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മ നല്ല കിടിലം ബീൻസ് പറഞ്ഞാണ് ഒരുക്കി വെച്ചേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അതും കോമ്പൻസേറ്റ് ആയി പോയി. എത്ര വേണ്ടെന്ന് പറഞ്ഞാലും അമ്മാവ പിന്നും 2ാമത് ചോറിടും. അതൊരു ശീലമാണ്. രാത്രിയെ പുള്ളിശ്ശേരിയും കൂടി ഉണ്ട് നമ്മുടെ കൂട്ടിന്. പക്ഷേ ആവോലി മീൻകറി തീർന്നു, കുഴപ്പമില്ല, ചൂര മീൻകറി ഉണ്ടല്ലോ, പിന്നെ പൊരിച്ച മീനുണ്ട്. ആ സൈഡിൽ ഇരിക്കുന്ന കിഴങ്ങാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു, പക്ഷേ കിഴങ്ങല്ല, അത് വേറെന്തോ തോരനാണ്. അത്ര ബോധിച്ചില്ല, പക്ഷേ കുഴപ്പമില്ല. ബാക്കിയെല്ലാം ഉച്ചയ്ക്കത്തെ അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. നാളെ മറ്റന്നാളൊക്കെ അവധിയാണ്, ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. ആ ഒരു സന്തോഷത്തിൽ ഇതും കഴിച്ചു തീർന്ന് നേരെ ഉറക്കം.